ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ആഗസ്റ്റ് 15 ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഞാൻ വയ്യാതായിട്ട് ഇന്നിപ്പോൾ രണ്ടാം ദിവസമായി. ഓക്കെ, അപ്പം ഇന്ന് റെസ്റ്റ് ഡേ ആണ്. നമ്മൾ ജിമ്മിൽ പോകുന്നില്ല. സോ ഇന്ന് വർക്കും ഇല്ല. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് വർക്കും ഇല്ല. സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തുകൂടാ. കാരണം ഒരു കോമ്പറ്റീഷൻ പ്രെപ്പിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോരാത്തതിന് ഇന്ന് കണ്ടന്റിന് ഒരു ക്ഷാമവും കാണത്തില്ല. കാരണം എനിക്ക് പനിയായതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാണും. സോ നമുക്ക് രാവിലെ എണീച്ചിട്ടുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് 8 മണിയാവാറായെന്ന് തോന്നുന്നു. 8 മണിയാറെ നമുക്കൊരു കോഫി ഉണ്ടാക്കി കൂടി. അങ്ങനെ കോഫി റെഡി. ലെറ്റ്സ് ഗോ. ഓൾ ഗുഡ്. അപ്പോൾ ഇനി 4 ദിവസം കൂടി ഉണ്ട്. ഇന്നും കൂടി കൂട്ടി. ഓക്കെ, തിങ്കളാഴ്ച നമ്മൾ നാട്ടിലേക്ക് പോകും. തിങ്കളാഴ്ച വൈകിട്ടത്തുള്ള ട്രെയിനിന് നാട്ടിലേക്ക് പോകും. അപ്പം ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ തുടങ്ങി തൊണ്ടയ്ക്ക് ചെറിയ കിച്ച്, അതേപോലെ തന്നെ മൂക്കടപ്പ്. വേറെ കുഴപ്പമൊന്നുമില്ല, തൊണ്ടയ്ക്കും മൂക്കടപ്പ്. അപ്പോൾ നമ്മൾ ആവിയൊക്കെ പിടിച്ച് സെറ്റാക്കാം. ഇന്ന് അതുകൊണ്ട് കാണിച്ചു തരാം. ഒരു സ്റ്റീം ബാത്ത് പോലെയാണ് തോന്നുന്നത്. പിന്നെ ഇന്നത്തെ വർക്കൗട്ടിന് പോകാമെന്ന് വിചാരിച്ചാണ്. പിന്നെ എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന ക്ലയൻസാണ് പറഞ്ഞത് വേണ്ട, റെസ്റ്റ് എടുക്കുക, നമുക്ക് കോമ്പറ്റീഷനുള്ളതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് അതല്ലേ. അപ്പം റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ അവരാണ്. ഞാൻ വിചാരിച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പം ഓക്കെ ആണ്, കുഴപ്പമില്ല. അങ്ങനെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പം ഇന്നത്തെ വർക്കൗട്ട് വേണ്ടെന്ന് വെച്ച്. അപ്പം ഫുഡും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്ടായിരിക്കാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറ്റുന്നത്. ഇതിപ്പം ഓൾമോസ്റ്റ് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് ഇപ്പം 4-5 വട്ടമായി എനിക്ക് പനി വന്നിട്ട് വയ്യാതാവുന്നത്. നോക്കാം, ഇനി ഒരു 12 ദിവസം 13 ദിവസം കൂടിയേ ഉള്ളൂ. കോമ്പറ്റീഷൻ നമുക്ക് സെറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. പോയി നാളെയും കൂടെ അല്ലെങ്കിൽ 2 ദിവസം കൂടി കഴിയുമ്പോൾ സെറ്റാവും. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ പീക്ക് വീക്കിൽ സെറ്റായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ചിയേഴ്സ്. അപ്പോൾ അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു സ്റ്റീം ബാത്ത് ചെയ്യാം. കാരണം സ്റ്റീം ബാത്ത് മനസ്സിലായില്ലേ, ആവി പിടിക്കാൻ പോകാമെന്ന്. നമുക്ക് കുറച്ച് ആവി പിടിച്ചാലോ. ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ സ്റ്റീം ബാത്ത് കണക്കാണെന്ന്. ഇത് നോക്ക്, മൊത്തത്തിൽ പുകഞ്ഞ മഴ. ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് സംഭവം സെറ്റ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം, വീർത്ത് കുളിച്ചിട്ട്. ഓക്കെ, ബൈ. അപ്പോൾ ദേ ഇതാണിപ്പോൾ എൻ്റെ അവസ്ഥ. നല്ല രീതിയിൽ വേർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ യൂഷ്വലി കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ഒരു പഴം കഴിച്ചിട്ട് പോകും. പക്ഷേ ഇന്ന് തൊണ്ടവേദന ഉള്ളതുകൊണ്ട് ഞാൻ ഈ പഴം ഒഴിവാക്കുവാണ്. കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കൂടി കൂടും. പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ട് എൻ്റെ വേയും അതേപോലെ തന്നെ എഗ്സും കഴിക്കും. അതാണ് യൂഷ്വലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം കാലറി ഡെഫിസിറ്റ് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും കുറച്ച് കഴിക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. ഇപ്പം ജസ്റ്റ് പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ട് ഇത് കൂട്ടിയാൽ മതി. പിന്നെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡ്, GNC AM എന്ന് പറയുന്ന സാധനമാണ്. GNCയുടെ പ്യുവർ ഐസൊലേറ്റ് കുക്കീസ് ആൻഡ് ക്രീമാണ്. ഇപ്പം കുക്കീസ് ആൻഡ് ക്രീം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ബട്ട് ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതെനിക്ക് കൊളാബ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കോഡ് ഇവിടെ കൊടുത്തേക്കാം. ആ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, പിന്നെ വെറുതെ പറഞ്ഞതല്ല, അത്യാവശ്യം നല്ലൊരു പ്യുവർ ഐസൊലേറ്റ് സാധനം തന്നെയാണ്. അത്യാവശ്യം റിസൾട്ട് ഉണ്ട്. ഞാൻ കോമ്പറ്റീഷൻ പ്രിപ്പ് തുടങ്ങിയതിന് ശേഷം ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. സോ റിസൾട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ എന്തായാലും ഒരു ദിവസം ഫ്രീ കിട്ടിയതല്ലേ, വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ പോയി എൻ്റെ മുടി ഒന്ന് സെറ്റാക്കിയിട്ട് ഉച്ചക്കലത്തേക്കുള്ള ചിക്കനും വാങ്ങിച്ചിട്ട് വരും. ഇപ്പം ഇന്ന് വെറുതെ നമുക്ക് തന്നെ പോയി വാങ്ങിച്ചോണ്ടിരുന്നത്. സാധാരണ ഞാൻ ജിമ്മിൽ നിന്ന് വരുമ്പോഴത്തേക്കെല്ലാം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്തായാലും ഒരു ദിവസം ഫ്രീ കിട്ടിയതല്ലേ, അപ്പോൾ നമുക്ക് ബൈക്ക് എടുത്തുകൊണ്ട് പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് എന്തായാലും പോയി മുടിയൊക്കെ വെട്ടിയിട്ട് വരാം. ഓക്കെ.
ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഫോട്ടോസൊക്കെ കാണിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് കോമ്പറ്റീഷന് മുമ്പായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇത് കണക്ക് തന്നെയായിരിക്കും കോമ്പറ്റീഷൻ. ഇവിടുന്നാണ് ഞാൻ ചിക്കനും മുട്ടയും സ്ഥിരം വാങ്ങിക്കുന്നത്. അപ്പം സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്കൊരു പ്രത്യേക പ്രൈസിൽ അവർ തരും. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ 2-2.5 മാസമായിട്ട് ഞാൻ ഇവിടുന്ന് തന്നെ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നോർമൽ ചിക്കൻ്റെ പ്രൈസിൽ കിട്ടും. ഇവിടെ പിന്നെ മീറ്റിനാണ് വില, ബാംഗ്ലൂരൊക്കെയാണ് മീറ്റിനാണ് വില. ഞാൻ എന്തായാലും ചിക്കനും മുട്ടയും വെജിറ്റബിൾസും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുമെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ച് പ്രൈസ് കുറച്ച് തരും. എനിക്കിപ്പോൾ നോർമൽ ചിക്കൻ്റെ പ്രൈസിലാണ് ചിക്കൻ ബ്രസ്റ്റ് തന്നത്. സോ ഏതാണ്ട് 120 രൂപയ്ക്ക് എനിക്ക് 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് കിട്ടും. സോ ഇവിടെ ലാഭമാണ്, നാട്ടിലാണ് നഷ്ടം. നാട്ടിലിപ്പോൾ ചിക്കൻ എത്ര വിലയെന്ന് എനിക്ക് അറിയത്തില്ല. നാട്ടിൽ ചെന്ന് വാങ്ങിക്കുമ്പോൾ അറിയാം, ദൈവത്തിന് അറിയാം. അപ്പോൾ എന്തായാലും ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവർ റേറ്റ് കുറച്ച് തരും. അപ്പോൾ ഇനി ഇവിടെ വീട്ടിൽ പോകണം, ഇതെല്ലാം കുക്ക് ചെയ്യണം, അതെല്ലാം അമ്മ നോക്കിക്കോളും. പിന്നെ ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി എന്താണെന്ന് നോക്കാം. ഓക്കെ, സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്, ഞാൻ വീടെത്തി. നമുക്കിനി പോയി കുളിച്ച് ഫ്രഷ് ആവാം. ഓക്കെ, ഹെയർ കട്ട് കുഴപ്പമില്ല അല്ലേ? ഞാൻ എൻ്റെ അടുത്ത മീൽ കഴിച്ച് വെച്ചതേ ഉള്ളൂ. എഗ്ഗ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ എഗ്ഗ് വൈറ്റ്സ് 4 എണ്ണം ഞാൻ ഫ്രൈ ചെയ്ത് കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ കുടിച്ചു. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരം ഉറങ്ങിപ്പോയി. അപ്പോൾ ഇനി ജിമ്മിൽ പോകണം. ജിമ്മിൽ പോയിട്ട് PT സെഷൻസ് ഉണ്ടല്ലോ, അവിടെ ചെന്നിട്ട് കാണാം. അവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ മിക്കവാറും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ലാസ്റ്റ് ബൈറ്റ് കൂടെ എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നൈറ്റ് ആയിരിക്കും മിക്കവാറും ഈ വീഡിയോ കുറച്ച് ലിങ്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം, പെട്ടെന്ന് റെഡി ആവട്ടെ. 3rd ഫ്ലോറിലാണ് ജിമ്മ് കാണണ്ടേ? ജിമ്മ് ഞാൻ കാണിച്ചത്. ഇതൊരു ജിമ്മ് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ജിമ്മും കൂടി കാണിച്ചത് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജിമ്മ് എൻട്രൻസ്. നമ്മുടെ മാനേജർ ബ്രോ ഒരു ഹായ് പറഞ്ഞേ. അപ്പം ഇനി അങ്ങോട്ട് ഒരു 4 മണിക്കൂർ ബിസി ആയിരിക്കും. യൂണിഫോമൊക്കെ ഉണ്ട് കണ്ടോ? ഈ യൂണിഫോം ഇടുന്ന കാര്യം എനിക്ക് അത്ര ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഈ കളറായിട്ടുണ്ടാവും. ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്തായാലും മാസ്റ്റർ കോച്ച് എന്തായാലും ചേഞ്ച് ചെയ്തിട്ട് വരാം. 3, 4, 5, 6, 7, 8, 9, 10. Sit. Good job. 5, 6, 7, 8. Yeah. Wait. Okay. Come on. 10 reps. Ready? Push up. Come on. Slowly. 1, 9, 10. Good job. 2. Slowly. 3, 22, 23. Good job. 24, 25. Good. Drop. അപ്പോൾ ഗൈസ് എൻ്റെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ പോകാൻ നിൽക്കുവാണ്. അപ്പം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് കുറച്ച് ബോറിംഗ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്, കാരണം കുറച്ച് ലാഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പനിയായതുകൊണ്ട് നമുക്ക് മാക്സിമം എൻ്റർടൈൻമെൻറ്റ് ഇല്ല. അതുകൊണ്ട് പനിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കാം. കാരണം ജിമ്മിൽ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു സുഖമില്ല. അപ്പോൾ പിന്നെ വർക്കൗട്ടിൻ്റെ ഒരു വീഡിയോ കൂടെ നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നതിൻ്റെയും വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം വീക്ക് നമുക്ക് സെപ്പറേറ്റ് സീരീസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ചെയ്യുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.